ആരാധന ആരാധന ദൈവകരുണയ്ക്ക് ആരാധന 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 ത്രിത്വൈക ദൈവത്തിൻ കാരുണ്യമേ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അതേ സഹോദരങ്ങളെ, യേശുവിന്റെ വചനമാണ് നാം ഇവിടെ കേൾക്കുന്നത്. ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, സൗഖ്യം പകരുന്നതാണ്, അത് രക്ഷാകരമാണ്, യഥാർത്ഥ വെളിച്ചമാണ്, നിത്യ ജീവിതത്തിലേക്കുള്ള മാർഗമാണ് ദൈവത്തിന്റെ വചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, വചനം മാംസം ധരിച്ചതാണ് യേശു ക്രിസ്തു. യേശു എന്തിനാണ് അവിടുന്ന് ദൈവമായിരുന്നിട്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോടൊപ്പം അവിടുന്ന് മനുഷ്യനായി ജീവിച്ചത് എന്നുള്ള വലിയൊരു സത്യം നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച, എല്ലാറ്റിന്റെയും ഉടയവനായ സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ സൃഷ്ടിയില് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി, ഏറ്റവും മകുടമായ സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുകയാണ്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനിൽ ദൈവം തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം അവന്റെ ആത്മാവ് ദൈവ സന്നിധിയിൽ എത്തിച്ചേരണം. കാരണം മനുഷ്യൻ ശരീരം മാത്രമല്ല, ആത്മാവും ഉണ്ട്. ആത്മാവും ശരീരവും മനുഷ്യനിലുണ്ട്. ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ തന്റെ ശരീരം മാത്രമാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്. അവന്റെ ആത്മാവ് അത് നിത്യമാണ്, അതിനവസാനമില്ല. എന്നാൽ ദൈവ പദ്ധതി അനുസരിച്ച് മനുഷ്യന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ പരമപരിശുദ്ധനായ ദൈവത്തെ പോലെ മനുഷ്യനും വിശുദ്ധിയിലായിരിക്കണം. സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട്, പാപത്തിന്റെ അന്ധകാരത്തിന്റെ അടിമത്തങ്ങളിൽപ്പെട്ട്, പലവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽപ്പെട്ട്, പൈശാചികമായ ബന്ധനങ്ങളിൽപ്പെട്ട് മനുഷ്യൻ പാപത്തിന്റെ പാപത്തിന്റെ ചെളിക്കുഴിയിലേക്ക് കണ്ടുപോയപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും വളരെ വളരെ അകന്നുപോയി. ഭിന്നതയും വെറുപ്പും വിദ്വേഷവും കലഹങ്ങളും അസൂയയും അഹങ്കാരവും അഹന്തയും ദുർമോഹങ്ങളും സ്വാർത്ഥതയും അഴിമതിയും കൈക്കൂലിയും മദ്യപാനവും ലഹരി വസ്തുക്കളും ജഡികാസക്തികളും, അങ്ങനെ ഈ ലോകത്തിന്റെ പാപത്തിന്റെ പൈശാചികതയുടെ പടുക്കുഴിയിൽ ആണ്ടുപോയ മനുഷ്യനെ, അവന്റെ പാപത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ശാപത്തിൽ നിന്നും അവനെ മോചിപ്പിച്ച് അവന് രക്ഷ നൽകി നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അവിടുന്ന് ദൈവമായിരുന്നിട്ടും മനുഷ്യരായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാരം ചെയ്തു. അതാണ് കാൽവരി മലയില് അതിക്രൂരമായ പീഡനങ്ങൾക്ക്
ചുമട്ടേറിയേൽക്കപ്പെട്ട് ശിരസിൽ മുൾക്കിരീടം അണിയിക്കപ്പെട്ട് മരക്കുരിശില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കാരിരും പാടുകളാൽ തറയ്ക്കപ്പെട്ട് അവസാനതുള്ളി ചോരയും ചിന്തി ഈശോ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ ആദ്യം മുതൽ ഇന്നേ വരെയുള്ളതും ഇനി ജനിക്കാനുള്ളതുമായ സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഈശോ തന്റെ കാൽവരി ബലിയിലൂടെ പൂർത്തിയാക്കിയത്. വൈദികർ എന്റെ വലിയ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാപികൾ എന്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ. ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ്. കരുണ ചൊരിയാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഈ ആത്മാക്കളിലേക്ക് കരുണ ചൊരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.